C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. അമ്മേ, അച്ഛൻ ഉറങ്ങി. കുറെ ഛർദിച്ചതല്ലേ, നല്ല ക്ഷീണം ഉണ്ടാ പാവത്തിന്. അമ്മേ, കുഞ്ഞേച്ചി ഇതുവരെ വന്നില്ലല്ലോ. വിഷ്ണുമോന്റെ കൂടെ പോയെന്നല്ലേ നീ പറഞ്ഞത്? അതെ, പക്ഷേ കുഞ്ഞേച്ചി അവിടെ നിൽക്കാൻ സത്യമ്മ സമ്മതിക്കില്ലല്ലോ. മടങ്ങിയെത്താനുള്ള സമയവും കഴിഞ്ഞു. വിഷ്ണു കുടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കുറ്റവും കൂടെ ശാലിനിയുടെ തലയിൽ വരുമല്ലോ ദേവി. സത്യാമ്മ എന്തൊക്കെ കുഴപ്പങ്ങളാണോ ഇനി ഒപ്പിക്കാൻ പോകുന്നത്? നീ ആ ഫോണിങ്ങെടുത്തേ. ശരി അമ്മേ. അമ്മേ, ദേ കുഞ്ഞേച്ചിയാ. ഹലോ മോളെ, നീ ഇത് എവിടെയാ? ഞാൻ വിഷ്ണുവേട്ടന്റെ വീട്ടിലാ അമ്മ. അവിടുന്ന് ഇറങ്ങിയില്ലേ ഇതുവരെ? ഇല്ലമ്മ, ഇവിടെ നിക്കാൻ പറഞ്ഞു സത്യാമ്മ. സത്യാമ്മ? അപ്പൊ നീ സത്യാമ്മയുടെ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞോ? ഇല്ലമ്മ. പിന്നെ വിഷ്ണുവേട്ടന്റെയും സുസ്മിതയുടെയും കല്യാണം കഴിയുന്നത് വരെ എന്നോട് ഇവിടെ നിൽക്കാനാ സത്യാമ്മ പറഞ്ഞത്. കല്യാണം കഴിയുന്നവരെയോ? എന്ന് വെച്ചാ നീ എന്താ താലി കെട്ടിയ ഭർത്താവിനെ മറ്റൊരു പെണ്ണിന് ദാനം ചെയ്യാൻ പോവാണോ മോളെ? ഒരിക്കലും ഇല്ലമ്മ. ഞാൻ എന്റെ വിഷ്ണുവേട്ടനെ ആർക്കും വിട്ടുകൊടുക്കില്ല. അത് ഈ ലോകം മുഴുവൻ എനിക്ക് പകരം നൽകാമെന്ന് പറഞ്ഞാലും. എടി, 2 ദിവസം കഴിഞ്ഞ അവൻ വേറൊരു പെണ്ണിന് സ്വന്താ. ഇനി നീ ഇതും പറഞ്ഞോണ്ട് അവിടെ ഇരുന്നോ? അതൊന്നും നടക്കാൻ പോകുന്നില്ല അമ്മേ. എന്ത് വിശ്വാസത്തിലും ധൈര്യത്തിലോ നീ ഇത് പറയുന്നത്? ഭർത്താവ് മറ്റൊരു പെണ്ണിന്റെ കഴുത്തി താലി കെട്ടുന്നത് നോക്കി നിൽക്കേണ്ട ഗതികേട് നിനക്കുണ്ടാവരുത്. അത് അനുഭവിച്ചുള്ള നിന്റെ അമ്മ. ഒന്നും ഉണ്ടാവില്ലമ്മേ. വിശ്വാസവും ധൈര്യവും എന്താന്ന് വെച്ചാ സത്യത്തിന്റെയും നീതിയുടെയും ധർമ്മത്തിന്റെയും പക്ഷത്താണ് ഞാൻ. ആത്യന്തികമായ വിജയം അതിനേ ഉള്ളൂ. മോളെ, ഉള്ള കാര്യങ്ങൾ നീ സത്യമ്മയോട് തുറന്നു പറഞ്ഞ തീരുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ. അതിനുള്ള സമയമായിട്ടില്ലമ്മേ. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത് അത് വെറുതെ ആക്കണോ? അതിനും അമ്മ പേടിക്കണ്ട. കല്യാണവും ഹണിമൂണും ഒന്നും നടക്കില്ല. ശാലിനിയാ പറയുന്ന. അമ്മ അവിടെ ധൈര്യമായിട്ടിരുന്നോ. നീ നാളെ വിളിക്കാം. ശാലിനി മോളെ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.